ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോലൈസിൻ്റെ മോൾഡായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നമുക്കിന്ന് സേമിയ ഐസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് സേമിയ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സേമിയയുടെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആ, സേമിയ പകുതി എടുത്താൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ആവശ്യത്തിന് ഒരു ഗ്ലാസ്സൊക്കെ മതിയായിരിക്കും. ഇപ്പോൾ ഈ മുകളിൽ നിറയാൻ ഞാൻ ആദ്യം അതിരിക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു ഐസ്. അപ്പോൾ അത് മുഴുവൻ അവൻ കഴിച്ചു. 4 മോൾഡിൽ കിട്ടി, അതായത് ഒരു ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ നമുക്കിത് കിട്ടുമ്പോൾ പിന്നെ പായസം ഉണ്ടാക്കാം ബാക്കി ഇതും കൊണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. എടുത്തത് ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് നെയ്യിൽ വരട്ടിയെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സ്പൂണാണ്. ഇനി അതിലേക്ക് നമുക്ക് സേമിയ കഴുകി വെച്ചതില്ലേ അതെടുക്കാം കേട്ടോ. റോസ്റ്റ് എടുക്കാം. ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ വെള്ളത്തിലിട്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. വേവിച്ചിട്ട് പാൽ ഒഴിക്കണതായിരിക്കും നല്ലത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, എന്നിട്ട് വേവിക്കാം നമുക്ക്. സേമിയ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാം. തളവാറുണ്ട് കേട്ടോ. ഇനി അത് വേവട്ടെ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. പാലൊഴിച്ചിട്ട് പഞ്ചസാര ഇടാം കേട്ടോ. തീ കൂട്ടിട്ടാണ് കേട്ടോ. അത് തിളക്കട്ടെ. പഞ്ചസാര ഇടാം നമുക്കിപ്പോൾ. ഇപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് ഇതിലരിഞ്ഞ് കയറിക്കോളും. പഞ്ചസാര ഇടാം കേട്ടോ. പഞ്ചസാര ഇട്ടു. നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നെയ്യ് ഇറങ്ങില്ല. 2 ഗ്ലാസ് മാറ്റിയിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും 2-3 ഗ്ലാസ് മാറ്റിയിട്ട് വേറെ ഉണ്ടെങ്കിൽ നമുക്കതിൽ പായസമായിട്ട് ഇത്തിരി ഒരു ഏലക്കായ ഇട്ടിട്ട് പായസമായിട്ട് എടുക്കാം. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലേ. വളരെ എളുപ്പമുണ്ട്. പിന്നെ അതിരിക്ക് ഇപ്പോൾ വെക്കേഷനിലായതുകൊണ്ട് ഓരോന്നും കഴിക്കണം, അത് വേണം ഇത് വേണം എന്നൊക്കെ എപ്പോഴും പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ കോളേജ് മറ്റേ ഓറഞ്ചിൻ്റെ പൊടിയും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. അവനത് ഫുള്ള് അവൻ തന്നെയാണ് കഴിച്ചേട്ടാ. ഇനി സേമിയയുടെ വെച്ചിട്ടുള്ളത് ചെയ്യുമ്പോൾ കഴിക്കുമെന്ന് അറിയില്ല. ചെയ്ത് കൊടുത്തോക്കാം.
അവൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക്. അപ്പം ഞങ്ങൾ ഇത് മാഗി പോലെയുടെ കഴിച്ചോ, അങ്ങനെ കഴിക്കാറില്ല, പായസമൊന്നും കുടിക്കാറില്ല. പായസം കഴിക്കണത് പാൽപ്പായസമല്ലേ അമ്പലത്തിൽ നിന്ന് ഇടണം, ആ പായസം മാത്രം കുടിക്കാറുള്ളൂ. ഇപ്പം നിർബന്ധിച്ച് കഴിപ്പിക്കണം. അത് കഴിക്കാനായിട്ട് സമ്മതിക്കില്ല. കഴിച്ചെങ്കിൽ അവന് ഇഷ്ടമായേനെ. കഴിച്ചു നോക്കണ്ടേ? വേണ്ട വേണ്ട എന്തൊക്കെ കാണുമ്പോൾ തന്നെ വേണ്ടാന്നുകൊണ്ട് രുചിയെന്ന് പറഞ്ഞിട്ടല്ല, വെറുതെ പറയുന്നത്. കഴിക്കണ ഇതിനെ എന്തെങ്കിലും പലഹാരങ്ങളെക്കാളും പുറമേ നിന്നേക്കാളും ടേസ്റ്റ് ആയി ഇതൊക്കെ കഴിപ്പിക്കണം. ഇത്തിരി കൂടി പഞ്ചസാര ഇടാം കേട്ടോ. അത്യാവശ്യം പഞ്ചസാര കയറി നിൽക്കണം, എന്നാലാണത്. ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. ഇച്ചിരി ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിക്കാം. എന്താ വെച്ചാൽ അത് ഒന്നുകൂടി നന്നായിട്ട് പരിവാകുമ്പോൾ നീ ഭയങ്കരമായിട്ട് തിക്കാവും. വലിയ തിക്കാവണ്ടേ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയിട്ട് ആ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ആയിട്ടുണ്ട്. ഞാൻ വാനില എസൻസൊക്കെ ഒഴിക്കാം. ഞാനത് ചെയ്തിട്ടില്ല, ഇവിടെ ഇല്ല. പിന്നെ അത് ഞാൻ വാങ്ങിയൊന്നും ചെയ്തില്ല. അതൊന്ന് സേമിയ പായസം അങ്ങനെ വാനില എസൻസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങളോട് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആരെങ്കിലും എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി കമൻറ്റ് ചെയ്യണേ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഇതിപ്പോൾ തിക്ക് ഏതായി, സേമിയ തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടി കുറവ് മതിയായിരുന്നു, പക്ഷെ ഇത് കുഴപ്പമില്ല. പിന്നെ അത് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മോഡലിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇത്തിരി പാലും കൂടി വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫുൾ അതിൽ തന്നെ കൊണ്ടുപോകുമല്ലോ. എന്നിട്ട് ഞാനൊരു കപ്പിലേക്ക്, ചെറിയൊരു കപ്പിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം. ഒരെണ്ണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, പക്ഷെ നെയ്യ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെയായി, അടുത്തതിൽ ഇപ്പോൾ 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 മണിക്ക് 5 മണിക്കോ അങ്ങനെ നമുക്ക് വൈകിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് കറക്റ്റായിട്ടുണ്ടാവും, ഐസ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ.
നമുക്ക് ബാക്കിയുണ്ട്, അത് നമുക്ക് വെറുതെ കഴിക്കാം. ഇത്തിരി ഏലക്കായ ഒഴിച്ച് വെച്ച് പാലും കൂടി ഒഴിച്ചിട്ട് പായസമായിട്ട് കുടിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം കേട്ടോ. ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കി. അങ്ങനെ നമ്മുടെ കോലൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. സേമിയ തിക്കായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണേ. ഇപ്പോൾ നമുക്ക് പാലൊന്നുകൂടി കൂടുതൽ ഒഴിച്ചിട്ട് ആകുമ്പോൾ ശരിക്കും നമ്മളെ കറക്റ്റ് ഐസില്ലേ കോലൈസ് അതുപോലെയോ. ഇതിലിപ്പോൾ കണ്ട സേമിയാണ് തിക്കായിട്ടിരിക്കണേ. മറ്റേ സേമിയ അവിടെ ഇവിടെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, പാലല്ലേ കൂടുതലായിട്ട് വരണേ. അപ്പം ഇനി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.